എല്ലാവർക്കും നമസ്കാരം. ഒരു ആമ്പൽ ചെടിയിൽ നിന്ന് പുതിയൊരു ആമ്പൽ തൈ എങ്ങനെ മുളപ്പിക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആമ്പലിൽ രണ്ട് രീതിയിലാണ് തൈ മുളപ്പിക്കുക. ഒന്നില്ലെങ്കിൽ ഇല ഉപയോഗിച്ച്, അതല്ലാന്നുണ്ടെങ്കിൽ കിഴങ്ങ് ഉപയോഗിച്ച്. ആമ്പലിൻ്റെ കിഴങ്ങെന്ന് പറയുമ്പോൾ റൈസോമാണ്, അതായത് നമ്മുടെ ഇഞ്ചി പോലെയൊക്കെ. ആമ്പൽ ചെടി പറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഇതേപോലെ തണ്ടുകൾ കാണാം. നല്ല ഹാർഡായിട്ടുള്ള തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയൊക്കെ തൊടുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ. ആമ്പലിൻ്റെ കിഴങ്ങ് ഉപയോഗിച്ച് എങ്ങനെ തൈ ഉൽപ്പാദിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ ഒരു ചെറിയ കഷ്ണം നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചീച്ചിൽ പാടില്ല, ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവരുത്. ഏതെങ്കിലും ഭാഗം ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഭാഗം എടുക്കുക. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത്, സാധാരണ വെള്ളം അതെടുത്തിട്ട് അതിലേക്ക് ഈ കിഴങ്ങിട്ട് വയ്ക്കുക. ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്നോട്ടെ, പ്രത്യേകം ഒന്നും ചെയ്യേണ്ട. നല്ല കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2-3 ദിവസം മതി, മാക്സിമം ഒരാഴ്ച. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ നിന്ന് വേരും ഇലകളും വരും. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് 3 ദിവസം കഴിഞ്ഞു, നോക്കാം നമുക്ക്. കണ്ടോ, പുതിയ ഇലകൾ വന്നു തുടങ്ങി. ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് നടാം. നടാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടി മീഡിയം മണ്ണും മണലും സമം ചേർത്തിട്ടുള്ളതാണ്. 1:1 പ്രപ്പോർഷനിൽ മണ്ണും മണലും. ഇനി നമുക്ക് വേണ്ടത് ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ഒരു പാത്രമാണ് നടാനായിട്ടാണ്. അപ്പം അതിലേക്ക് നമുക്ക് പോട്ടി മീഡിയം നിറയ്ക്കാം. ഇനി എങ്ങനെയാണ് നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇല വന്ന ഭാഗം മേലേക്കായിട്ട് അങ്ങനെയാണ് നടുക. ഇനി ബാക്കിയുള്ള പോട്ടി മീഡിയം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നടിയിൽ മിശ്രിതം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കഴിയും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇവിടെ നമ്മളിത് ഈ കിഴങ്ങിനെ മുഴുവനായിട്ട് നടിയിൽ മിശ്രിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല, ഇവിടം വരെ നിറച്ചിട്ടുള്ളൂ. ഇല നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നടിയിൽ മിശ്രിതത്തിന് മേലെയാക്കി നിർത്തിയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിപ്പോൾ അങ്ങനെ മൺതരികൾ മേലെ വീണെടുക്കുന്ന കാരണം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? അതായത് കിഴങ്ങ് മുഴുവനായിട്ട് നടിയിൽ മിശ്രിതത്തിൽ കുഴിച്ചിടരുത്. ഇല മുളച്ച് വന്ന ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് മേലെ ഫ്രീ ആയിട്ട് നിർത്തണം. അതിൻ്റെ തൊട്ട് താഴെ വരെ നടിയിൽ മിശ്രിതം ഇടാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. വെള്ളം നിറച്ചപ്പോൾ ഇലയുടെ തൊട്ട് മുകളിലായിട്ട്, ഇല മുളച്ച് വന്നിട്ടില്ലേ, അതിൻ്റെ തൊട്ട് മേലെ വരെയാണ് ഇപ്പോൾ വെള്ളം നിറച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ ഇലകൾ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ആമ്പലിൻ്റെ തൈ നോക്കിയേ, നന്നായിട്ട് വളരുന്നുണ്ട്. പുതിയ എത്ര ഇലകളാണ് വന്നിരിക്കുന്നത് നോക്ക്, കണ്ടില്ലേ? പക്ഷെ ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് ഇല മുളച്ച് വരുന്ന ഭാഗം പുറത്തേക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മളെപ്പോഴും കവർ ചെയ്യണം. അതനുസരിച്ച് വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ആ ഭാഗം ഡ്രൈ ആവാൻ സമ്മതിക്കരുത്. വെള്ളം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൂടുതൽ ഒഴിച്ചുകൊണ്ട് വരണം. ഇത് നമ്മുടെ ആമ്പൽ തൈ ഇപ്പം അത്യാവശ്യം വലിപ്പം വെച്ചു കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി നടാം. മാറ്റി നടാന്ന് പറയുമ്പോൾ ഇത് ഏതിലാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നടാം. ഈ ചട്ടിയിലാണ് നമ്മൾ ആമ്പൽ തൈ നടാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ട പോട്ടി മീഡിയം എന്ന് പറഞ്ഞാൽ, ആമ്പലിനാണെങ്കിലും താമരയ്ക്കാണെങ്കിലും ചെളിമണ്ണാണ് നല്ലത്. ഇത്രയധികം ചെളിമണ്ണ് കിട്ടാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ ചെടി നടുന്ന ഭാഗത്ത് മാത്രം കുറച്ച് ചെളി നല്ലതായിരിക്കും. ഇപ്പോൾ പാടത്തുനിന്നോ ഒക്കെ ഒരിത്തിരി ചെളി നമുക്ക് കിട്ടില്ലേ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതിനും നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മണ്ണും കമ്പോസ്റ്റും 3:1 പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി പൂഴിമണ്ണാണ് നിങ്ങളുടെ ഭാഗത്തുള്ളതെന്നുണ്ടെങ്കിൽ ആ മണ്ണിനെ നമ്മൾ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ആമ്പലും താമരയൊക്കെ നടുന്നേക്കാൾ 1-2 ആഴ്ച മുൻപ് തന്നെ ആ മണ്ണിലേക്ക് തുല്യ അളവിൽ ചാണകം, കൊക്കോപീറ്റ്, കമ്പോസ്റ്റ്, കരിയില ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇടണം. കുറച്ച് നനച്ച് ഇടുക. അപ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം അതിലേക്ക് അഴുകി ചേരും. ഒരു ചെളിമണ്ണിൻ്റെ അതേ ഒരു ക്വാളിറ്റി ആവും. എന്നിട്ട് അത് ഇതേപോലെ ചട്ടിയിൽ നിറച്ച് നമുക്ക് അതിലേക്ക് തൈ നടാം. അപ്പം ഞാൻ തൈ നടാൻ പോവുകയാണ്. നന്നായിട്ട് വേരിറങ്ങിയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പഴയതായ ഇലകളെല്ലാം നമുക്ക് മുറിച്ച് കളയാം.
നമ്മൾ തൈ നട്ട് കഴിഞ്ഞു. ഇനി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇല വരുന്ന ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോവാതെ നോക്കുക. ഇനി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലിയ മീനുകളൊക്കെ ഉള്ളൊരു കുളത്തിലേക്കാണ് നിങ്ങളിത് ഇറക്കി വെക്കുന്നതെങ്കിൽ ഇതിന് മേലെയായിട്ട് ഒരു ലെയർ ചരലിടുന്നത് നല്ലതാണ്, മീൻ കൊത്താതിരിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് കുറച്ച് മണലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മീൻ എന്ന് പറഞ്ഞാൽ ഗപ്പിയ, അതങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കൊത്തില്ലല്ലോ. പക്ഷെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഈ ചെളി പെട്ടെന്ന് അങ്ങ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ മണലിട്ട് കൊടുക്കുന്നത്. ഇതായ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ആമ്പലിൻ്റെ വളർച്ചയായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ആമ്പൽ റെഡിയായി. ഇനി ഇതിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. തൈ നട്ട് 1 മാസം കഴിയുമ്പോഴേക്കും ചെടിയൊക്കെ നന്നായി വളർന്ന് മുട്ടിടാൻ തുടങ്ങും. മുട്ട് പുറത്തേക്ക് വന്ന് 4 ദിവസം കഴിയുമ്പോഴേക്കും പൂ വിരിയും. നമ്മളിവിടെ നട്ടിരിക്കുന്ന വെറൈറ്റി നീല ആമ്പലാണ്. ഇതിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മുട്ട് വന്ന് വർഷം മുഴുവൻ പൂ തരുന്ന ഒരു വെറൈറ്റിയാണ്. ചില വെറൈറ്റീസ് സീസണൽ ആയിരിക്കും. ഇനി ആമ്പൽ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സൂര്യവെളിച്ചം, അതായത് ദിവസം മുഴുവൻ സൂര്യവെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് നടാൻ. എന്നാലേ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.